ഗസയിൽ ഏകപക്ഷീയ സമാധാന കരാറുമായി ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ ഉൾപ്പെടെ 20 സമാധാന കരാറിന് ഇസ്രയേൽ തയ്യാറാണെന്ന് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിൽ നടന്ന ട്രംപ് നെതന്യാഹു സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. അതേസമയം ട്രംപിന്റെ ഗാസ വെടിനിർത്തൽ പദ്ധതി രേഖാമൂലം ലഭിച്ചിട്ടില്ലെന്ന് ഹമാസ് പ്രതികരിച്ചു. I support your plan to end the war in Gaza, which achieves our war aims. It will bring back to Israel all our hostages, dismantle Hamas's military capabilities, end its political rule, and ensure that Gaza never again poses a threat to Israel. We would not have achieved this turning point without the courage and sacrifice of our incredibly brave soldiers. They fight like lions to defend the people of Israel, and they serve on the front line in the war between civilization and barbarism. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഇപ്പോൾ രേണുക ചിരിക്കുകയാണ് നമ്മളോടൊപ്പം. രേണുക, ഒരു ഏകപക്ഷീയ സമാധാന കരാറാണ്, അതാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും ഇസ്രയേലും കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ കരാർ ഹമാസ് അംഗീകരിച്ചാൽ മാത്രം സാധ്യമാകുന്ന ഒന്നായി മാറുകയാണ് ഇവിടുത്തെ ഗാസയിലെ സമാധാനം. കൂടുതൽ വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും സിന്ധൂരി, ഏകപക്ഷീയമായിട്ടുള്ള ഒരു കരാറിനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ ട്രംപുമായിട്ട് നടത്തിയിട്ടുള്ള വൈറ്റ് ഹൗസിൽ നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം UN സഭയിലടക്കം നെതന്യാഹുവിന് ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലുള്ള അവഹേളനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഗത്യന്തരമില്ലാതെയാണ് ട്രംപിൻ്റെ കൂട്ടുപിടിച്ച് ഇത്തരത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള ഒരു കരാറിലേക്ക് നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും ട്രംപും കടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരുപക്ഷെ അവർ മുന്നോട്ട് വയ്ക്കുന്ന 20 ഇന കരാറുകളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹമാസിനെ ഡീസെൻട്രലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഹമാസിനെ ഡീസെൻട്രലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഹമാസ് തടഞ്ഞു വച്ചിട്ടുള്ള ഇസ്രയേലിലെ ആളുകളെ മോചിപ്പിക്കുക, 72 മണിക്കൂറിനകം മോചിപ്പിക്കുക. അതുപോലെ തന്നെ ഹമാസ് നിർമ്മിച്ചിട്ടുള്ള ടണലുകൾ നശിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു 20 ഏകപക്ഷീയമായിട്ടുള്ള കരാറാണ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കരാറിന് ശേഷം ഈ വെടിനിർത്തൽ അടക്കമുള്ള ആവശ്യങ്ങളാണ് അതിനകത്ത് ഉന്നയിച്ചിട്ടുള്ളത്. ഈ കരാർ നിലവിൽ വന്നാൽ പിന്നീട് ഹമാസിനകത്ത് അല്ലെങ്കിൽ ഗസയിലകത്ത് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഒരു സമാധാന ബോർഡ് നിലവിൽ വരും എന്നുള്ളതൊക്കെയാണ് ട്രംപ്. ഞാൻ ഒരു സമാധാന ബോർഡിൻ്റെ തലവനാവണമെന്നുള്ളത് മറ്റ് രാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന നിലയിലേക്ക് ഏകപക്ഷീയമായിട്ടുള്ള ഒരു സമാധാന കരാറാണ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് കേവലം ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മാത്രമുള്ള ഒരു കരാറായിട്ടാണ് നമുക്ക് വീക്ഷിക്കാൻ കഴിയുന്നത്. പലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ അല്ലെങ്കിൽ ഹമാസ് ഇത്തരത്തിലൊരു കരാറിനെ പാക്കേജ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കരാറ് നിലവിൽ വന്നത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതും, അതുപോലെ തന്നെ ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ 20 കർമ്മ പദ്ധതി, അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള സമാധാന കരാറിലുള്ള പദ്ധതി പലതവണ നമ്മൾ ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞതാണെന്നുള്ളതും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളതും ആണ് ഹമാസ് അറിയിച്ചിട്ടുള്ളത്. ഹമാസ് ഈ കരാറിനെ അംഗീകരിച്ചാൽ മാത്രമേ ഈ കരാർ നിലവിൽ വരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഹമാസ് ഈ കരാറിനെ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞിട്ടുള്ള സാധനങ്ങൾ വീണ്ടും ഞങ്ങളെ മുന്നിലേക്ക് വെച്ചാൽ എങ്ങനെ ഇതിന് അംഗീകരിക്കാൻ കഴിയുമെന്നുള്ള കാര്യമാണ് ഹമാസ് സൂചിപ്പിച്ചു വെക്കുന്നത്. നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഭാഗത്ത് ഇത്തരത്തിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ പറത്താൻ ട്രംപും അല്ലെങ്കിൽ ഇസ്രയേലും തമ്മിൽ ശ്രമിക്കുമ്പോൾ, അതേ ഇസ്രയേൽ ഈ മറുഭാഗത്ത് ഗാസയിൽ ഈ സമാധാന ഉടമ്പടി പുറത്തുവിട്ടതിന് ശേഷം മാത്രം 30 പേരെയാണ് ഗാസയിൽ കൊന്നത്. അപ്പോൾ ഈ ഒരേ സമയത്ത് തന്നെ ഒരിടത്ത് സമാധാനം പറയുന്നു, മറ്റൊരിടത്ത് ഈ കൊലപാതകം, ഈ ക്രൂരമായ യുദ്ധം തുടരുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ നിലവിൽ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ സമാധാന ഉടമ്പടിക്ക് എന്ത് പ്രാധാന്യമാണ് ഇവർ കൽപ്പിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി ഉയരുന്നില്ലേ? തീർച്ചയായും സിന്ധൂരി, ഈ ഒരു സമാധാന കരാർ മുന്നോട്ട് വെക്കുന്നതോടൊപ്പം തന്നെ
ട്രംപ് പറഞ്ഞു വെക്കുന്ന മറ്റൊരു സാധനമുണ്ട്. ഹമാസ് ഈ കരാറിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, ഹമാസ് 72 മണിക്കൂറിനകം ഈ ബന്ദികളെ വിട്ടു നൽകിയിട്ടില്ലെങ്കിൽ, ഹമാസ് അവരുടെ ടണലുകൾ പൊളിച്ചു കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇസ്രയേലിനെ കൈമൈ മറന്ന് ഞങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുമെന്നുകൂടി ട്രംപ് സൂചിപ്പിച്ച് വെക്കുന്നുണ്ട്. ഞങ്ങൾ മാത്രമല്ല, പല അറബ് രാഷ്ട്രങ്ങളെയും കൂട്ടുപിടിച്ച്, പല ലോകരാഷ്ട്രങ്ങളെയും കൂട്ടുപിടിച്ച് ഹമാസ് ഈ കരാറിന് നിർബന്ധിതമാകും, ഞങ്ങൾ കൈമൈ മറന്ന് സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതേവരെ ഏകദേശം 60,000-ത്തിലധികം ആളുകൾ ഗാസയിൽ മരണപ്പെട്ട് കഴിഞ്ഞു. ആ മരണപ്പെട്ട ഗാസയിൽ ഇനി ഞങ്ങളുടെ കരാറിനെ കൂടി അവർ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്തെ പൂർണ്ണമായി നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുമെന്ന് ട്രംപ് പറയാതെ പറയുന്നത് കൂടിയുണ്ട്. അത് ഒരു കപട സമാധാന കരാറാണ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത്. സിന്ധൂരി, രേണുക, മറ്റൊന്ന്, ഈ ഒരു അമേരിക്കയിൽ നടന്ന ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇസ്രയേലിൽ നിന്നും മറ്റു വന്ന ഒരു പ്രഖ്യാപനം എന്നുള്ളത് ഖത്തറിനോട് ക്ഷമ ചോദിക്കുന്നു, ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ ക്ഷമ ചോദിക്കുന്നു എന്നൊരു പ്രഖ്യാപനം കൂടി ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുണ്ടായി. തീർച്ചയായും ഈ വൈറ്റ് ഹൗസിലെ കൂടിക്കാഴ്ചയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ UN സഭയ്ക്ക് ശേഷം ഇസ്രായേൽ ഒരു പക്ഷേ ഒറ്റപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അമേരിക്കയുടെ പ്രതിനിധികൾ ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു. ആ ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടക്കുന്നത്. ആ കൂടിക്കാഴ്ചയിൽ ആദ്യം അവർ ചെയ്തത് ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് മാപ്പ് പറയുക എന്നുള്ളതാണ്. അത് ഗത്യന്തരമില്ലാത്തൊരു മാപ്പ് പറയലാണ്. ഖത്തറിനെ ഇത്തരത്തിൽ ആക്രമിക്കുന്ന സമയത്ത് കൂടിയാണ് UN സഭയിൽ നെതന്യാഹുവിന് ഇത്രയധികം തിരിച്ചടി നേരിടേണ്ടി വന്നത്. ആ തിരിച്ചടി മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഇസ്രയേലിൻ്റെ തന്ത്രം കൂടിയാണ് ഇങ്ങനെയൊരു മാപ്പ് പറയൽ. അതിലും ട്രംപിൻ്റെ ഒരു ഇടപെടലോടുകൂടി മാപ്പ് പറയുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ട്രംപ് കൂടി ശ്രമിക്കുന്നത്. സിന്ധൂരി, ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ട്രംപിൻ്റെ ഇടപെടൽ കൊണ്ട് എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന നിലയിൽ വരുത്തി തീർത്തുകൊണ്ട് എങ്ങാനും ഹമാസ് ഇതിനെ അംഗീകരിക്കില്ല എന്നുള്ളത് ഹമാസിൻ്റെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം അവർ ഒരു പരിധിവരെ തള്ളിക്കളഞ്ഞിട്ടുള്ള, അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നിബന്ധനകൾ കൂടി ഈ സമാധാന കരാറിലുണ്ട്. അവരിത് അംഗീകരിക്കുന്നു ഇല്ലാതെ കൂടി ഇസ്രയേൽ വീണ്ടും ആക്രമണം കടുപ്പിക്കുകയോ അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ ആ കൊച്ചു രാജ്യത്തെ ഇല്ലാതാക്കാനുള്ള പൂർണ്ണ പിന്തുണ കൂടി നൽകുമെന്നുള്ള കാര്യമാണ് സിന്ധൂരി നമ്മൾ ഇതിനകത്ത് ഏറ്റവും ഗൗരവമായി നോക്കി കാണേണ്ടത്. ശരി, വ്യക്തമാണ് രേണുക. എന്തായാലും ഏകപക്ഷീയമായ ഒരു സമാധാന കരാറുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേലും രംഗത്ത് വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ 20 പദ്ധതികൾ ഉൾക്കൊള്ളുന്ന സമാധാന കരാറിൽ ഹമാസിനെ നിരായുധീകരിക്കുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇത് ഹമാസ് അംഗീകരിച്ചാൽ മാത്രമേ ഈ സമാധാന ഉടമ്പടി നിലവിൽ വരികയുള്ളൂ. ഇത് ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ പൂർണ്ണമായും യുദ്ധത്തിലേക്ക് തന്നെ പോകുമെന്നൊരു സൂചന കൂടിയാണ് ഈ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഇന്ത്യൻ നാഷണൽ ഡെസ്കിൽ നിന്നും രേണുകയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.